വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ പ്രേക്ഷകരെയും ഈ വചന പഠന സന്ദേശത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഗോഡ് ഈസ് മൂവിങ് പവർഫുള്ളി. ഈ ദിവസങ്ങളെല്ലാം മോർണിംഗ് ഗ്ലോറിയിൽ നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മൾ കർത്താവിൻ്റെ വലിയ മഹത്തായ പ്രവൃത്തി നമ്മൾ കാണും. അതിനുവേണ്ടി നമുക്ക് കാത്ത് ഒരുങ്ങി നമുക്ക് റെഡിയാകാം. ഈ സമയത്ത് ബൈബിൾ നോട്ട്ബുക്ക് എല്ലാം റെഡിയാക്കുക. പാസ്റ്റർ പറയുന്നല്ലേ, കട്ടൻ ചായ കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് ഗെറ്റ് റെഡി ടു ലേൺ ഫ്രം ഗോഡ്സ് വേർഡ്. ചില ആൾക്കാർ യാത്രയിലായിരിക്കാം, ചില ആൾക്കാർ കിച്ചണിലായിരിക്കാം, ചില ആൾക്കാർ രാവിലെ ഓടാൻ പോകുന്ന സമയത്തായിരിക്കും മോർണിംഗ് ഗ്ലോറി കേൾക്കുന്നത്, ചില ആൾക്കാർ നോട്ട്ബുക്കും ബൈബിളൊക്കെ ആയിട്ട് ഡെസ്കിലിരുന്നായിരിക്കും കേൾക്കുന്നത്. whatever it is, we welcome everybody in the name of Jesus. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു ഇലൈറ്റ് സ്പോൺസറാണുള്ളത്. We have Alexander and Susie Alexander from Ernakulam. Thank you uncle and auntie for sponsoring today's episode. ഇത് സ്പോൺസർ ചെയ്യുന്ന ഒരു കാരണമുണ്ട്. ഇന്ന് അവരുടെ ഗ്രാൻഡ് സൺ തഹാൻ അലക്സാണ്ടർ ഏബ്രഹാമിൻ്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് ദിസ് ഇസ് എ സർപ്രൈസ് ഫോർ Tahan from his grandparents. So many happy returns of the day, dear Tahan. God bless you. We're going to pray and bless him. നമുക്ക് ഒരുമിച്ച് ഈ മകനെ ബ്ലെസ് ചെയ്യാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് തഹാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവ പൈതലായി ദൈവത്തിൻ്റെ സകല ബ്ലെസ്സിങ്സും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ ദൈവ ഒരു പൈതലായി കൂടുതലായി കർത്താവിനെ അറിഞ്ഞ് വളരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സകല പദ്ധതികളും കർത്താവ് ഈ മകൻ്റെ ലൈഫിൽ നടക്കട്ടെ. കർത്താവ് വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹിക്കണമേ, ഭാവിയിൽ അനുഗ്രഹിക്കണമേ, ഹെൽത്തിൽ ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവർക്കും ഡിവൈൻ ഹെൽത്ത് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. എസ്പെഷ്യലി ചില ആൾക്കാരുടെ സ്കിന്നുമായിട്ടുള്ള ചില കാര്യങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ദിസ് എ ഹീലിംഗ് ദാറ്റ്സ് കമ്മിങ് അപ്പോൺ യുവർ ഫാമിലി. ഫാദർ, ഇൻ ദി നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ഞങ്ങൾ ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവ് വലിയൊരു ബ്ലെസ്സിങ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെല്ലാവരും കർത്താവിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. We bless them. Just like Jesus grew in wisdom and stature, let them grow in wisdom and in stature. We thank you, Lord, for your mighty and marvelous work. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു ഡിയർ സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ആമേൻ. ഇന്ന് നമ്മൾ വീണ്ടും വചന സന്ദേശത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. We will going to listen to the next part. നമുക്ക് ഡയറി ഓഫ് ദ ഇയർ ഓഫ് സൂപ്പർ നാച്ചുറൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡയറി എടുക്കുക. അതിൽ ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശം കേൾക്കാം. വെൽക്കം ബാക്ക്. നിങ്ങളുടെ കയ്യിലെ ഡിവോഷണൽ ഡയറിയിലേക്ക് തിരിയുക. ജനുവരി 13 ട്യൂസ്ഡേ. അതിലെ ഫോക്കസ് വേർഡ്, ഫോക്കസ് വേഴ്സ്, ഡെക്ലറേഷൻ അതെല്ലാം കാണുക. ബൈബിൾ റീഡിംഗ് പ്ലാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്നത്തെ ഫോക്കസ് വേർഡ് ഈസ് കറേജ്, ധൈര്യം. എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ചോ, ധൈര്യം. വാ, അതൊന്ന് ടൈപ്പ് ചെയ്തിടുക. ലൈവ് ചാറ്റിലിടാം, കമൻറ്റ് സെക്ഷനിലിടാം. ഒരാൾ തന്നെ പല പ്രാവശ്യം ഇടുക, കോപ്പി എടുത്തിടുക. കറേജ് അതങ്ങ് സ്പ്രെഡ് ആവട്ടെ. കാരണം ഇന്നത്തെ വചനത്തിലൂടെ, ഫോക്കസിലൂടെ ഒരു വലിയ ധൈര്യം എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. കൊടുത്തിരിക്കുന്ന ഫോക്കസ് വേഴ്സ് ജോഷുവ ചാപ്റ്റർ 1 and verse 9. യോശുവയുടെ പുസ്തകം 1:9. ബി സ്ട്രോങ് ആൻഡ് കറേജസ്, ഡു നോട്ട് ബി അഫ്രൈഡ്, ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്, ഫോർ ദ ലോർഡ് യുവർ ഗാഡ് വിൽ ബി വിത്ത് യു wherever you go. അതാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്ന് വിചാരിക്കുന്നു. അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ തന്നെ യോശുവ 1:9 എടുക്കുക, അടയാളപ്പെടുത്തുക, അണ്ടർലൈൻ ചെയ്യുക, എടുത്തെഴുതുക. ഒരു ഡെക്ലറേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ദ സ്പിരിറ്റ് ഓഫ് ബോൾഡ്നെസ് ഫിൽസ് മീ. ധൈര്യത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്ന് നിറയുന്നു. പറഞ്ഞേ, ധൈര്യത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്ന് നിറയുന്നു. I face every challenge with courage and faith. എന്ന് മാത്രമല്ല, എല്ലാ വെല്ലുവിളികളെയും ഞാൻ ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ ഞാൻ നേരിടും. Wow. The spirit of boldness fills me. ധൈര്യത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്ന് നിറയുന്നു. I face every challenge with courage and faith. ധൈര്യത്തിൻ്റെയും വിശ്വാസത്തോടും കൂടെ എല്ലാ വെല്ലുവിളികളെയും ഞാൻ നേരിടും. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ പോഡ്കാസ്റ്റിലൂടെ പറയും. അതിലെ പ്രധാന കാര്യങ്ങൾ വചനങ്ങൾ മാത്രമല്ല,
ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ പേജിൽ കുറിച്ച് വയ്ക്കുക. കൂടാതെ ഇതിന് ശേഷം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, ഇത് വായിക്കുക, ധ്യാനിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കർത്താവ് തരും. അതും അതേ പേജിൽ തന്നെ എഴുതുക. ഒരു പേജിൽ തന്നെ എല്ലാം എഴുതി നിർത്തണം. നാളത്തെ പേജ് ആവശ്യമാണ്. കറേജ് ഇസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ. ഒരു ഭയവുമില്ലാതിരിക്കുന്നതല്ല ധൈര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കറേജ് ഇസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. കറേജ് ഇസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ. ഒട്ടും ഭയമില്ലാതിരിക്കുന്ന അവസ്ഥയല്ല ധൈര്യം എന്ന് പറയുന്നത്. കറേജ് ഇസ് ദ ഡിസിഷൻ ടു മൂവ് ഫോർവേഡ് ഡെസ്പൈറ്റ് ഫിയർ. ഈ ഭയമുണ്ടെങ്കിലും ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെ വകവയ്ക്കാതെ മുന്നിലേക്ക് പോകുവാനുള്ള തീരുമാനമാണ് ധൈര്യം. പറഞ്ഞത് ശ്രദ്ധിച്ചോ? ആർക്കാ ഭയമില്ലാത്ത? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഭയം ജീവിതത്തിലുണ്ട്. ചിലർക്ക് എല്ലാറ്റിനെയും പേടിയാണ്. ചിലർക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര ധൈര്യം, ചില കാര്യങ്ങളിൽ അത്രയും ധൈര്യം ഇല്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും ധൈര്യമുണ്ടോ? നോ. ചില കാര്യങ്ങളിൽ എനിക്ക് ധൈര്യക്കുറവുണ്ട്. പക്ഷെ അതിനെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പേരാണ് ധൈര്യം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2 Corinthians chapter 7 and verse number 5. 2 Corinthians 7:5. അതിൽ For when we came to Macedonia, we had no rest, but we were harassed at every turn, conflicts on the outside, fears within. പൗലോസ് തൻ്റെ ഒരു അനുഭവം പറയുകയാണ്. താൻ തന്നെ പേനയെടുത്ത് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ഫോർ വെൻ വി കെയിം ടു മാസിഡോണിയ മലയാളത്തിൽ മക്കദോന്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് മക്കദോനിയയിലേക്ക് വന്നപ്പോൾ വി ഹാഡ് നോ റെസ്റ്റ്. അകത്തൊരു സ്വസ്ഥതയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു വിശ്രാമവും അകത്തില്ല. ബട്ട് വി വേ ഹറസ്ഡ് ബൈ എവ്രി ടേൺ. എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. ഇടത്തോ വലത്തോ മുമ്പിലേക്കോ പുറയിലേക്ക് എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, കോൺഫ്ലിക്ട്സ് ഓൺ ദി ഔട്ട്സൈഡ്. പുറത്ത് യുദ്ധം, ഫിയേഴ്സ് വിത്തിൻ, അകത്ത് ഭയം. ഇത്രയും വലിയ അപ്പസ്തോലൻ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ താൻ വലിയ ധൈര്യശാലിയാണ്. ക്രൈസ്തവ സഭകളെ പീഡിപ്പിക്കുകയും ക്രിസ്ത്യാനികളെ കൊല്ലുകയും ചെയ്ത ഒരു ടെററിസ്റ്റായിരുന്നു ഇദ്ദേഹം. ഒരു ഭീകരനായിരുന്നു. അപ്പോൾ അതിന് കൊല്ലാൻ പേടിയില്ലാത്തൊരു മനുഷ്യൻ. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്ക് പുറത്ത് കോൺഫ്ലിക്ട്സ്, യുദ്ധങ്ങൾ നടക്കുകയാണ്. ആൻഡ് ഫിയേഴ്സ് വിത്തിൻ, അകത്ത് ഭയം. എത്ര ധൈര്യശാലിയാണെന്ന് പറഞ്ഞാലും അകത്ത് അല്പം ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ ഭയം കാണും. ചിലരെ ഞാൻ സാധാരണ പറയാറുണ്ട്, പാറ്റയെ പേടി, തവളയെ പേടി, പല്ലിയെ പേടി, പഴുതാരയെ പേടി പലർക്കും കാണും. ചിലർക്ക് വളരെ ചെറുതാണ്, നമുക്ക് ഒരു ചവിട്ടിന് നമുക്ക് കൊന്നു കളയാന്നുള്ളത്, എങ്കിലും പേടിയോ വിറയ്ക്കും. ചീറ്റയെ പേടി, കിടുവയെ പേടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. സിംഹത്തെ പേടി എന്നൊക്കെ പറഞ്ഞാൽ, കാരണം ഫെറോഷ്യസ് ആനിമൽസ്, അത് നമ്മുടെ മേൽ ചാടി വീണ് എന്തും ചെയ്യാം. എന്നാൽ അതല്ല, ഈ തിരിച്ചു പോലും ഉപദ്രവിക്കാൻ കഴിയാത്ത കൊച്ചു കൊച്ചു സാധനങ്ങളെ ഭയപ്പെട്ടാലോ. എന്നാൽ അങ്ങനെയുള്ള അതേ കഥാപാത്രങ്ങൾക്ക് വേറെ പല കാര്യങ്ങളിൽ ധൈര്യം കാണും. പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യം പറയുവാണെങ്കിൽ, മാസിഡോണിയയിൽ അദ്ദേഹം എത്തുമ്പോൾ തന്നെ ഓർക്കണം, ആദ്യമായി മാസിഡോണിയയിൽ അദ്ദേഹം പോകുമ്പോൾ സ്വപ്നത്തിൽ മാസിഡോണിയയിൽ നിന്നുള്ളൊരു മനുഷ്യൻ, ഒരു മക്കദോന്യയിൽ നിന്നുള്ളൊരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങളെ വന്ന് സഹായിക്കുക എന്ന് സ്വപ്നത്തിൽ തന്നെ വെൽക്കം ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് മാസിഡോണിയയിലേക്ക് പോകണം. അങ്ങനെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതിഭയങ്കരമായൊരു യുദ്ധം പുറത്ത് അരങ്ങേറുകയാണ്. എന്ന് വെച്ചാൽ അവർക്കെതിരെ ഒരുപക്ഷെ അവിടുത്തെ പട്ടണം മുഴുവൻ ഇളകി ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഫിയേഴ്സ് വിത്തിൻ. ആ സമയത്ത് അവർക്ക് പോലും, ഈ അപ്പസ്തോലിന് പോലും അകത്ത് ഭയം ഉണ്ടായി. പിന്നെ ദൈവം ചെയ്യുന്നൊരു മെത്തേഡ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടനെ സകല തടസ്സങ്ങളും മാറിപ്പോട്ടെ, സകല വെല്ലുവിളികളും മാറിപ്പോട്ടെ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ
ഗാഡ് ഈസ് നോട്ട് റിമൂവിങ് ചാലഞ്ചസ് ഓൾവേസ്. എല്ലായ്പ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയെയോ അല്ലെങ്കിൽ തടസ്സങ്ങളെയോ ദൈവം പെട്ടെന്ന് മാറ്റിക്കളയുകയില്ല. ഹി സ്ട്രെങ്തനിങ് ഹിസ് പീപ്പിൾ ടു ഫേസ് ദം. പകരം അവയെ അഭിമുഖീകരിക്കുവാനായി ദൈവം തൻ്റെ ജനങ്ങളെ ശക്തീകരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ മെത്തേഡ്. ഇനി ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 9 വരാം. ഇതാണ് നമ്മുടെ ഫോക്കസ് വേഴ്സ്. ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്, ഡു നോട്ട് ബി അഫ്രൈഡ്, ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്, ഫോർ ദ ലോർഡ് യുവർ ഗാഡ് വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ. ഇതൊരു ഭയങ്കര വാഗ്ദത്തമാണ്. 1:9. ഇത് ജോഷുവയോടാണ് കർത്താവ് പറയുന്നത്. ജോഷുവ എന്ന് പറയുന്നത് മോശയ്ക്ക് ശേഷം ജനങ്ങളെ കനാൻ നാട്ടിലേക്ക് പോകേണ്ട ആ പാനലിൻ്റെ ടീം ലീഡറാണ്. അത് നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഒരു കൽപ്പനയാണ്. എന്താണത്? നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മത്തായി സുവിശേഷം 28:20 കർത്താവായ യേശു ഇതുപോലെ തന്നെ സംസാരിച്ചു. യുഗത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ വ്യക്തിപരമായി നിങ്ങളോടുകൂടെ ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളോടുകൂടെ യുഗാന്ത്യത്തോളം യേശു കർത്താവുണ്ട്, അവൻ്റെ സാന്നിധ്യമുണ്ട്. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അപ്പോൾ ഉറപ്പും ധൈര്യവും വരുന്നത് എന്തിൽ നിന്നാണ്? ദൈവം കൂടെയിരിപ്പുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ്. ദൈവം കൂടെയില്ല എന്നൊരു ബോധ്യം വന്നാൽ ഉടൻ തന്നെ അതിഭയങ്കരമായൊരു ധൈര്യക്കുറവ് അകത്ത് വരും, ഭയം അകത്ത് വരും, ഭയങ്കരമായിരിക്കും. ഇത് പറയുന്ന ആരോടാണ്? ജോഷുവയോടാണ്. അതും വളരെ ക്രിട്ടിക്കലായ ഒരു സമയത്താണത് പറയുന്നത്. കാരണം ആ സമയത്ത് അതുവരെ 4 പതിറ്റാണ്ടുകൾ ജനങ്ങളെ നടത്തിയ മോശെ പോയി. ആളെ കർത്താവ് വിളിച്ചുകൊണ്ട് പോയി. സോ മോസസ് വാസ് ഗോൺ ബൈ ദിസ് ടൈം. ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഹാഡ് ഷിഫ്റ്റഡ്. എന്ന് മാത്രമല്ല, നേതൃത്വ ഉത്തരവാദിത്തങ്ങൾ മാറി. മോശയിൽ നിന്നും അത് ആരിലേക്ക് വന്നു? ജോഷുവയിലേക്ക് വന്നു. തൻ്റെ കൂടെ എയ്ഡ് ആയി, സഹായിയായി, എല്ലായ്പ്പോഴും കൂടെ നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ജോഷുവ. ആ ജോഷുവയുടെ മേൽ തൻ്റെ സക്സസർ ആകുവാനുള്ള വിളിയും തെരഞ്ഞെടുപ്പും കൈവപ്പും അഭിഷേകവും എല്ലാം വന്നു. സോ മോസസ് വാസ് ഗോൺ, ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഹാഡ് ഷിഫ്റ്റഡ്, എ ന്യൂ സീസൺ ഹാഡ് ബിഗൺ. ഇവിടെ ഇതെല്ലാം മാറിയിട്ടൊരു പുതിയ സീസൺ ആരംഭിക്കുകയാണ്. ആൻഡ് ഗോഡ് ഡിഡ് നോട്ട് ഫസ്റ്റ് ഗിവ് ജോഷുവ എ സ്ട്രാറ്റജി. ഒരിക്കലും ദൈവം ജോഷുവയ്ക്ക് ഒരു യുദ്ധതന്ത്രമോ കാര്യങ്ങളൊന്നും ആദ്യം കൊടുത്തില്ല. ഹി ഗേവ് ഹിം എ കമാൻഡ് ടു ബി കറേജിയസ്. എന്നാൽ ധൈര്യത്തോടെ ഇരിക്കുവാനുള്ളൊരു കൽപ്പന, ഓപ്ഷനല്ല, കൽപ്പനയാണ് ദൈവം ജോഷിക്ക് കൊടുത്തത്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ദൈവിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ. അതുപോലെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റുകൾ ആരംഭിക്കുമ്പോൾ, എന്തിൻ്റെയും ആരംഭത്തിൽ നമുക്കെന്താവശ്യമാണ്? പ്രത്യേകമായ ഒരു വലിയ ധൈര്യം ആവശ്യമാണ്. അപ്പോൾ ദൈവം യോശുവയ്ക്ക് ആദ്യം എന്താ കൊടുത്തത്? ധൈര്യം. സ്ട്രാറ്റജി അല്ല കൊടുത്തത്. നീ ഇന്ന രീതിയിൽ ചെന്ന് യെരിഹോ മുതലിനെ ആക്രമിക്കണം, അതിനുശേഷം ഹായ് പട്ടണത്തെ ആക്രമിക്കണം, അതിനുശേഷം ഇന്നത്. ഇതൊന്നും ജോഷുവയോട് കർത്താവ് പറഞ്ഞില്ല. ആദ്യം തന്നെ തന്നോട് കർത്താവ് കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? ഭയങ്കരമായി ധൈര്യമുള്ളവനായി നീ മുന്നിലേക്ക് പോവുക. കറേജ് ഈസ് എ കമാൻഡ്. എഴുതി വെക്കുക. ധൈര്യം ഒരു കൽപ്പനയാണ്. എന്താണ് കൽപ്പന? ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ജീവിക്കുക. ധൈര്യം ചോർന്നു പോകരുത്, പിടിച്ചു നിൽക്കുക. ഇതിനൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആയിട്ടല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ധൈര്യശാലികളാണ് പൊതുവെ, ജന്മന അവർക്ക് ഭയങ്കര ധൈര്യമാണ്. ആ ധൈര്യത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. അത് നാച്ചുറലായിട്ട് ചില ആളുകൾ കറേജിയസായിട്ട് ജനിക്കുന്നു, കറേജിയസായിട്ട് പലരും പല കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു കടലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പുഴയുടെ മുകളിലോ അണക്കെട്ടിൻ്റെ മുകളിലോ ഒക്കെ റോപ്പ് കെട്ടി അതിലൂടെ നടക്കുക,
അതിൽ പലരും എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ചെയ്യാൻ പലർക്കും ധൈര്യം കാണും. എന്നാൽ അതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. കറേജ് ഈസ് എ കമാൻഡ്. പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷ ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചേർന്ന് നിൽക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാനൊക്കെ നമുക്ക് എന്താവശ്യമാണ്? ഒരു ഭയങ്കരമായ ധൈര്യം ആവശ്യമാണ്. അപ്പോൾ ദൈവം യോശുവയോട് ഒരിക്കലും പറഞ്ഞില്ല, ഇഫ് യു ഫീൽ കറേജിയസ്, നിനക്ക് ധൈര്യം തോന്നുവാണെങ്കിൽ മുന്നിലേക്ക് പൊക്കോ. അങ്ങനെയല്ല പറഞ്ഞത്. ബി കറേജിയസ്, ബി സ്ട്രോങ്. നീ ധൈര്യമുള്ളവനായി ഇരിക്കുക. കാരണം ഞാനാ പറയുന്നത്, കർത്താവ് പറയുക, ദൈവമാണ് അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. സോ കറേജ് ഇസ് നോട്ട് ഫോർ ദ നാച്ചുറലി ബോൾഡ് ഓൺലി. ജന്മന പ്രകൃത്യ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ധൈര്യശാലികളായ ആളുകളെക്കുറിച്ച് മാത്രമല്ല ബൈബിളിൽ ഈ കൽപ്പന നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് എ ചോയ്സ് എംപവേർഡ് ബൈ ഗോഡ്. നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത് ധൈര്യശാലികളായി ജീവിക്കുക. പക്ഷേ അതിനാവശ്യമായ ഫ്യൂവൽ, അതിനാവശ്യമായ എനർജി, സ്ട്രെങ്ത്, പവർ കർത്താവ് തരും. ധൈര്യശാലിയാകാൻ തീരുമാനിച്ചാൽ ധൈര്യത്തിൻ്റെ ആത്മാവിനെ കർത്താവ് പകരും. ഈ ഭയം വന്ന് വാതിക്കൽ ഇങ്ങനെ മുട്ടും എന്നെ അകത്ത് കയറ്റും. ഭയം വന്ന് വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കും, എങ്ങനെയെങ്കിലും അകത്ത് കയറാൻ. ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ ഭയം അകത്ത് കൊണ്ടുവരാൻ പിശാച് ശ്രമിക്കും. പക്ഷെ അവിടെ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, കറേജ് ഡിസൈഡ്സ് വെദർ ദ ഡോർ ഈസ് ഓപ്പൺഡ് ഓർ നോട്ട്. എന്നാൽ ധൈര്യമാണ് തീരുമാനിക്കുന്നത് ആ വാതിൽ തുറക്കണോ വേണ്ടേ. ഈ ഭയത്തെ കയറ്റാൻ ഞാൻ വാതിൽ തുറക്കണോ വേണ്ടേ. ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. ഉടനെ ഭയം. ഈ ഭയത്തെ അകത്ത് കയറ്റണോ ഇല്ലെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് ആരാ തീരുമാനിക്കുന്നത്? ധൈര്യത്തിൻ്റെ ആത്മാവാണ് അത് തീരുമാനിക്കുന്നത്. സോ ദ കീ ഫ്രേസ് ഇൻ ജോഷുവ 1:9 ഈസ് ഫോർ ദ ലോർഡ് യുവർ ഗോഡ് വിൽ ബി വിത്ത് യു. അവിടെ പ്രധാനപ്പെട്ടൊരു താക്കോൽ വാക്യം എന്താണത്? നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെ ഇരിക്കുന്നു. നിന്നോടൊപ്പം നിൻ്റെ കർത്താവ് ഉള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട. കറേജ് ഡസ് നോട്ട് കം ഫ്രം കോൺഫിഡൻസ് ഇറ്റ് സെൽഫ്. അകത്തൊരു ഉറപ്പുണ്ട്, അതിൽ നിന്നും മാനുഷികമായ നിലയിൽ വരുന്ന ഒന്നല്ല ഈ ധൈര്യം. കറേജ് കംസ് ഫ്രം കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് പ്രസൻസ്. ദൈവം ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ധൈര്യം ഉളവായി വരുന്നത്. ഈ വിഷയത്തിൽ ദൈവം എന്നോട് കൂടെ ഉണ്ട്. ചിലപ്പോൾ ബില്ലടക്കാൻ പറ്റിയിട്ടില്ല, ബാങ്കിൽ പൈസ അടക്കാൻ പറ്റിയിട്ടില്ല, ലോൺ അടക്കാൻ പറ്റിയിട്ടില്ല. ഈ വിഷയങ്ങളൊക്കെ ഉള്ളപ്പോഴും ദൈവം കൂടെ ഉണ്ട്. തൻ്റെ സാന്നിധ്യബോധം കൊണ്ട് നമ്മുടെ അകത്ത് ഒരു ഭയങ്കര ധൈര്യം വരും. ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ യു ക്യാൻ ഫേസ് അൺനോൺ ടെറിട്ടറി, ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ്, ഹെവി റെസ്പോൺസിബിലിറ്റീസ്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കലും ഇന്ന് വരെ പോയിട്ടില്ലാത്ത ടെറിട്ടറിയിലേക്ക്, ഒരു പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വന്നേക്കാം. ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസിലേക്ക്, പല സംഭാഷണങ്ങളും വളരെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കാം, അതിലേക്ക് നമുക്ക് പോകേണ്ടി വന്നേക്കാം. ഹെവി റെസ്പോൺസിബിലിറ്റീസ്, അതിഭയങ്കരമായ കനത്ത ചുമതലാഭാരം തോളിൽ വന്നിരിക്കാം. നാളുകൾ കഴിയും തോറും ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങൾ വരാം. ബിക്കോസ് ഗോഡ് ഗോസ് വിത്ത് യു. കാരണം ദൈവം നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. സോ ഈ മാസം പ്രത്യേകിച്ചൊരു സൂപ്പർ നാച്ചുറൽ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ ബിഗിനിങ്സ് ആണ്. ഇതിൻ്റെ എല്ലാം തുടക്കം കർത്താവ് ഈ മാസം നമ്മുടെ അകത്ത് ഇടുകയാണ്. കറേജ് ഡ്രൈവ്സ് ഔട്ട് ഫിയർ ആൻഡ് ഡിസ്കറേജ്മെൻറ്റ്. ഈ ഭയത്തെയും നിരുത്സാഹത്തെയും പുറത്ത് ചാടിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് ധൈര്യമാണ്. ധൈര്യമകത്തുള്ളപ്പോൾ ഈ വേണ്ടാത്തതെല്ലാം പുറത്തിയാടും. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുന്നത്, ഡു നോട്ട് ബി അഫ്രെയ്ഡ്, ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്. നീ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഫിയർ അറ്റാക്സ് ദ ഫ്യൂച്ചർ. എന്നാൽ ഈ
പേടി വന്നു കഴിഞ്ഞാൽ ഭാവി അത് ആക്രമിക്കും. ഇനി ഭാവി ഇല്ല, ഭാവി ഇരുളടഞ്ഞു പോയി, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന തോന്നലായിരിക്കും അകത്ത് വരുന്നത്. ഡിസ്കറേജ്മെൻറ്റ് ഡ്രെയിൻസ് ദ പ്രസൻറ്റ്. എന്നാൽ നിരാശ അകത്ത് വന്നാൽ ഇപ്പോഴത്തെ ജീവിതത്തെ അത് മുഴുവൻ ഡ്രൈ ആക്കി കളയും, അതിൻ്റെ സാപ്പ് വരെ വലിച്ചെടുക്കും. എന്നാൽ കറേജ് കൺഫ്രണ്ട്സ് ബോത്ത്. ധൈര്യം ഉണ്ടെങ്കിലോ ഈ ഫിയറും മാറും, അതുപോലെ തന്നെ പ്രത്യാശയില്ലായ്മയും ഡിസ്കറേജ്മെൻറ്റും എല്ലാം മാറിപ്പോവും. കൂടാതെ വെൻ കറേജ് റൈസസ് ഫിയർ ലൂസസ് ഇറ്റ്സ് വോയിസ്. ധൈര്യം അകത്തങ്ങ് ഉയർന്നു വരുമ്പോൾ ഭയത്തിന് പിന്നെ ശബ്ദമില്ല. ഭയത്തിൻ്റെ തൊണ്ട ഇടറി ഞാൻ പൊക്കോളാമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോവും. ധൈര്യത്തിൻ്റെ ആത്മാവ് അകത്ത് വരുമ്പോൾ ഭയത്തിൻ്റെ ആത്മാവ് പുറത്ത് ടൈപ്പ് ചെയ്യുക, എഴുതുക, അനേക പ്രാവശ്യം പറയുക. പ്രൈസ് ഗോഡ്. ഡിസ്കറേജ്മെൻറ്റ് ലൂസസ് ഇറ്റ്സ് ഗ്രിപ്പ്. when faith begins to lead. അതുപോലെ തന്നെയാണ് ഈ നിരാശ. അതിൻ്റെ നിരാശയുടെ ഒരു കൊടും പിടുത്തമുണ്ട്. ആ പിടുത്തം വിടുന്നപ്പോഴാണെന്നറിയാമോ? വിശ്വാസം മുന്നിൽ നിന്ന് നയിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു ഡെലിവറൻസ് ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ. കറേജ് ഈസ് നീഡഡ് ഫോർ ഫോർവേഡ് മൂവ്മെൻറ്റ്. നമുക്ക് മുന്നിലേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ ഈ ധൈര്യം വളരെ ആവശ്യമാണ്. ഒത്തിരി പേര് മുന്നിലേക്ക് പോകുന്നില്ലെന്നുള്ളതാണ് സത്യം. അവർ നിന്ന നിപ്പിൽ തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കുന്നു. അവർക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുന്നില്ല. മുന്നിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ധൈര്യത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു വേണം മുന്നിലേക്ക് പോകാൻ. അപ്പോസ്തല പ്രവൃത്തികളിൽ 4-ാം അധ്യായത്തിൻ്റെ അവസാനമൊക്കെ വരുമ്പോഴേക്ക് അവർ പ്രാർത്ഥിക്കുന്നത്, കൂടി നിന്ന് അവർ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിൻ്റെ വചനം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയാലും ധൈര്യം നൽകണേ എന്ന് വെച്ചാൽ സങ്കോചം കൂടാതെ ഭയം കൂടാതെ നിൻ്റെ വചനം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം ആവശ്യമാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറുന്ന ഒരാളെക്കുറിച്ച് ധൈര്യശാലിയാണെന്ന് പറയും. അതൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള ധൈര്യമാണ്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഒന്നാണ് പൈശാചിക കോട്ടകൾക്കെതിരെ നീങ്ങുക, അനേകരെ മുന്നിലേക്ക് കൊണ്ടുപോയി. ഇതിനെല്ലാം കറേജ് ആവശ്യമാണ്. ടു മൂവ് ഫോർവേഡ് വി നീഡ് കറേജ് ടു ഒബേ. മുന്നിലേക്ക് പോകണമെങ്കിൽ, മുന്നിലേക്ക് പോകുവാൻ വേണ്ടി അനുസരിക്കുവാൻ നമുക്ക് ധൈര്യം വേണം. കറേജ് ടു ലീഡ്, നയിക്കുവാൻ നമുക്ക് ധൈര്യം ആവശ്യമാണ്. കറേജ് ടു ട്രസ്റ്റ് ഗോഡ് ബിയോണ്ട് ദ ഫെമിലിയർ. ഈ സാധാരണ കാണുന്നതിനപ്പുറത്തേക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് ധൈര്യം ആവശ്യമാണ്. അതുകൊണ്ട് ഈ വർഷം ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന എന്തിനാണ് വേണ്ടിയാണെന്നറിയാമോ? ന്യൂ റെസ്പോൺസിബിലിറ്റീസ്. പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവുക. ന്യൂ അസൈൻമെൻറ്റ്സ്, പുതിയ ചില ജോലി അല്ലെങ്കിൽ പുതിയ ചില ജോബ് ഡിസ്ക്രിപ്ഷൻ കർത്താവ് തരാൻ പോവുക. ന്യൂ ലെവൽസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങൾ ദൈവം തുറന്നു തരാൻ പോവുക. കറേജ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ പ്രോമിസ് ആൻഡ് പൊസഷൻ. ഇപ്പുറത്തെ പ്രോമിസ്, ഇപ്പുറത്തെ പൊസഷൻ, ഇപ്പുറത്തെ വാഗ്ദത്തം, ആ വാഗ്ദത്തത്തിൻ്റെ നിറവേറൽ ഇവിടെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം അല്ലെങ്കിൽ പാലം എന്താണെന്നറിയാമോ? ധൈര്യമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് ആ പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻറ്റ് നമ്മൾ കാണുകയുള്ളൂ. നമ്മൾ ഭയങ്കരമായി നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കഥ സൺഡേ സ്കൂൾ മുതൽ എല്ലാവരും പഠിപ്പിക്കുകയും ഒത്തിരി പാസ്റ്റേഴ്സ് പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ. ദാവീദ് വളരെ ചെറിയ പ്രായം കൊണ്ട് ചെറുതാണ്, ശരീരം കൊണ്ടും വളരെ ചെറുതാണ്. എന്നാൽ ഡേവിഡ് ഡിഡ് നോട്ട് ഡിനൈ ദ സൈസ് ഓഫ് ഗോലിയാത്ത്. ദാവീദ് ഒരിക്കലും ഈ ഗോലിയാത്തിൻ്റെ സൈസിനെ നെഗേറ്റ് ചെയ്തില്ല, നിഷേധിച്ചില്ല. അവൻ വലിയവനാണ്, വലിയവൻ ഇൻ ദ സെൻസ് ഒരു വലിയ രാക്ഷസനെ പോലെയുള്ളൊരു വലിയ ജയൻ്റാണ് അവൻ. ഗോലിയാത്ത് മല്ലൻ. എന്നാൽ ഹി സിംപ്ലി ട്രസ്റ്റഡ് ഇൻ ദ സൈസ് ഓഫ് ഹിസ് ഗോഡ്. എന്നാൽ ദൈവത്തിൻ്റെ വലുപ്പത്തിലാണ് അവൻ വിശ്വസിച്ചത്. ദൈവം എത്ര വലിയവനാണ്. ഹിസ് കറേജ് കെയിം ഫ്രം പാസ്റ്റ് വിക്ടറീസ്. ദാവീദിൻ്റെ ധൈര്യം വരുവാനുള്ള ചില ഉറവിടങ്ങൾ. ഒന്ന്, മുൻകാലത്ത്
ഇതിനു മുമ്പുള്ള കാലങ്ങൾ കർത്താവ് എനിക്ക് വിജയം നൽകിയിട്ടുണ്ട്. ഒരിക്കലും ഒരു കരടിയും പിന്നെ ഒരു സിംഹമൊക്കെ വന്ന സമയത്ത് ഞാനതിനെ പിടിച്ച് കീറി, അതിനെ കൊന്നു. അതുകൊണ്ട് അങ്ങനെ സഹായിക്കുന്ന ദൈവം ഇനി ഇങ്ങനെയും സഹായിക്കും എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റും. ഹിസ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് നെയിം, ദൈവത്തിൻ്റെ നാമത്തിലുള്ള അവൻ്റെ ഉറപ്പ്. ദെൻ അഷ്വറൻസ് ദാറ്റ് ഗോഡ് വാസ് വിത്ത് ഹിം, തന്നോടുകൂടെ കർത്താവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ്. ഇത്രയും ഉറപ്പുകൾ കൊണ്ട് താൻ പോയതുകൊണ്ട് തനിക്ക് ധൈര്യത്തോടെ മുന്നിലേക്ക് പോയൊരു വലിയ ജയം കാണാൻ കർത്താവ് തന്നെ സഹായിച്ചു. ചോദ്യം, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത് എന്താണ്? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ മല ഏതാണ്? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം ഏതാണ്? അതെന്താണെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നിലേക്ക് പോകാൻ ആവശ്യമായ ദൈവത്തിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവ് ഇന്ന് കർത്താവ് പകരുക. കൈനീട്ടുക. കർത്താവേ, ഞാൻ ഈ സമയത്ത് ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തിൻ്റെ ആത്മാവിൽ എല്ലാവരും നിറയട്ടെ. ധൈര്യത്തിൻ്റെ ആത്മാവിൽ എല്ലാവരും നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തിൻ്റെ ആത്മാവിൽ എല്ലാവരും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ചില അപൂർവമായ ചില രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. വിവിധ രീതിയിലുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ത്രോട്ടിൻ്റെ ഭാഗത്തേക്കുള്ള മുഴകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. നട്ടലിൻ്റെ അകത്തുള്ള വളർച്ചയോ ഡിസ്ക് പ്രൊലാപ്സോ പോലെയുള്ള കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈനീട്ടം. കർത്താവെ, ഏത് രോഗത്തിലും അതുപോലെ ഏത് ദുരവസ്ഥയിലും ഒക്കെ ഇരിക്കുന്നവരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് തൊടുന്നതിനായി നന്ദി. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന സകലരും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും കൈനീട്ടുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. പറഞ്ഞ് സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു. സോ ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ബൈ.